ഒരു ദേശീയ ചാനലിന്റെ ചർച്ചയിൽ പങ്കെടുക്കവെയാണ് വിശ്വാസികളായ സ്ത്രീകൾ ശബരിമല കയറുന്നതിനോട് എതിർപ്പില്ലെന്ന് വി മുരളീധരൻ പരാമർശിച്ചത്. തന്റെ വാക്കുകൾ വിവാദമായതിനെക്കുറിച്ച് വി മുരളീധരന്റെ നിലപാടിങ്ങനെ: സർക്കാർ പറയുന്നത് സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഞാൻ സർക്കാരിൻ്റെ വാദത്തെ അംഗീകരിക്കുന്നു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. സർക്കാരിൻ്റെ വാദത്തെ അംഗീകരിക്കുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ, ഭക്തരായിട്ടുള്ള സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ അവരെ പ്രവേശിപ്പിക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഭക്തരായിട്ടുള്ള സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ സർക്കാർ അവർക്ക് പ്രവേശിക്കാനുള്ള അനുവാദം കൊടുക്കണം. പക്ഷേ ഭക്തരെന്നുള്ള പേരിൽ ആളുകളെ വേഷം കെട്ടിച്ച് പോലീസിൻ്റെ സംരക്ഷണത്തോടുകൂടി ഒരാഴ്ച അവരുടെ എല്ലാ ആസൂത്രണം നടത്തി കൊണ്ടുവരാൻ കോടതി ആവശ്യപ്പെട്ടിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസികളായ സ്ത്രീകളെയും അവിശ്വാസികളായ സ്ത്രീകളെയും സർക്കാർ എങ്ങനെ വേർതിരിക്കും? ഇക്കാര്യത്തിലെ നയം വി മുരളീധരൻ വ്യക്തമാക്കി. ഭക്തരാണെന്നുള്ളത് ജനങ്ങൾക്ക് അതിന് ധാരാളം വഴികളുണ്ടല്ലോ. ശബരിമലയിലെ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് വരുന്നതിന് ധാരാളം അതിൻ്റെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അത് പാലിച്ചിട്ട് വരണം. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് ശേഷമുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ഇന്നും ഔദ്യോഗിക പ്രതികരണം നടത്തിയില്ല. അതേസമയം കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ യുവതീ പ്രവേശനത്തെ സ്വാഗതം ചെയ്തു. ബഹിരാകാശത്ത് പോയ സ്ത്രീയെ ക്ഷേത്രത്തിൽ കയറുന്നതിൽ നിന്ന് എങ്ങനെ തടയാനാകുമെന്ന് അദ്ദേഹം ചോദിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. This is 24.